പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായമാണ്. അതിൻ്റെ ചില വാക്യങ്ങൾ അബ്രഹാമിൻ്റെ അനുസരണത്തെക്കുറിച്ച്. ഈ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. ദൈവം കൽപ്പിച്ചതുപോലെ ആ വിളിക്കൊത്തവണ്ണം ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവികമായ കൽപ്പനകളെ മടികൂടാതെ അനുസരിക്കുകയും ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്ത അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കാൻ സാധിച്ചു. അത് വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അബ്രഹാമിൻ്റെ ആ വിളിക്കനുസൃതമായി ഇറങ്ങിത്തിരിച്ചു. ദൈവത്തെ അനുഗമിക്കാൻ തടസ്സമായി നിന്ന സകലത്തെയും വിട്ടു. സ്വന്തം ദേശം, ചാർച്ചക്കാർ, പിതൃഭവനം ഒക്കെ വിട്ടിട്ട് ദൈവത്തെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് വാഗ്ദത്തങ്ങളോടുകൂടിയുള്ള വിളി കാണാം. 2-ാം വാക്യം വായിക്കുമ്പോൾ, നീ വലിയൊരു ജാതിയാകും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അബ്രഹാമിനോടുള്ള വാഗ്ദത്തമാണ്. ഇത് നിറവേറണമെങ്കിൽ തടസ്സങ്ങൾ മുൻപിൽ നിൽക്കുന്നതെല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ടും അബ്രഹാം വിശ്വസിച്ചിരുന്നു. അപ്പോൾ വാഗ്ദത്തത്തിന് തടസ്സമായി നിന്നില്ല. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ അബ്രഹാം ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ കൊടുത്ത വാഗ്ദത്തങ്ങൾ മുഴുവനും നിറവേറുവാൻ തക്കവണ്ണം ഇന്നും നമ്മൾ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അബ്രഹാമിനെ പോലെ വേറൊരു വിശ്വാസികളുടെ പിതാവെന്ന് പോലും പേര് ലഭിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേര് ലഭിച്ചു. അതൊക്കെയും ഇന്നും നിറപടിയായി നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്രകാരമുള്ള ആഴമായ വിശ്വാസവും അനുസരണവും നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതിനായി നമ്മളെ ഈ സന്ധ്യയെങ്കിൽ സമർപ്പിക്കാം. പൂർണ്ണമായ വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിപ്പാൻ സർവശക്തനാണ് നമ്മുടെ ദൈവം. മനസ്സലിയും കരുണയുമുള്ള ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാനും ഒരു നല്ല തിരുവചന ഭാഗം ഞങ്ങൾക്ക് ധ്യാനിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അബ്രഹാമിനെ പോലെ ഞങ്ങൾക്കും പൂർണ്ണമായും വിശ്വാസം തരണമേ. സംശയം കൂടാതെ അങ്ങിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി സമർപ്പിക്കുന്നു കർത്താവേ. ഈ സന്ധ്യയെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പ. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സംരക്ഷണവും ആ വിടുതലും സമാധാനവും സൗഖ്യവും അയക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. കൺമണി പോലെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണം. ഈ രാത്രികാലം ഞങ്ങൾക്ക് നന്നായി ഉറങ്ങി ഉണരണം. സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ ഞങ്ങളെ സഹായിച്ച് ശക്തീകരിക്കണം. അതിനായിട്ട് അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ, പരിസരങ്ങൾ, അതിരുവരമ്പ്, വസ്തുവകൾ, സർവ്വസമ്പത്തുകൾ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാത്രികാലം ഞങ്ങളെ പരിപാലിക്കണം. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടല്ലപ്പ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളോടും മനസ്സലിനമേ, കരുണ തോന്നണമേ. അതിവേദനകളിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയവും അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചേൽപ്പിക്കുക യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.